2026 മെയ് 15 നടന്ന IPL 2026 സീസണിലെ തന്റെ ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ LSG ഇന്ത്യൻ ഇടങ്കൈയിൻ മീഡിയം പേസർ ആകാശ് സിംഗ് ശരിക്കും ഞെട്ടിച്ചു. ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു അവന്റേത്. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ CSK നേരിട്ടപ്പോൾ സിംഗ് ഒരു നിർണായക താരമായി മാറി. വെറും 26 റൺസ് വഴങ്ങി 3 പ്രധാന വിക്കറ്റുകളാണ് അവൻ വീഴ്ത്തിയത്. CSKയുടെ ടോപ്പ് ഓർഡറിനെ തകർത്തെറിയുന്നതിൽ ഈ തകർപ്പൻ സ്പെൽ വലിയ പങ്കുവഹിച്ചു. അത് LSGക്ക് 7 വിക്കറ്റിന്റെ ഗംഭീര വിജയവും നേടിക്കൊടുത്തു. CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാഡ്, വെടിക്കെട്ട് ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ, ഉർവിൽ പട്ടേൽ എന്നിവരെയാണ് സിംഗ് പുറത്താക്കിയത്. ഇതൊരു നിർണായക ഘട്ടത്തിൽ ക്രിസ്കയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി. ഈ മികച്ച പ്രകടനം മാത്രമല്ല, ഓരോ വിക്കറ്റ് വീഴ്ത്തിയതിനു ശേഷമുള്ള സിംഗിന്റെ നോട്ട് സെലിബ്രേഷനും കാണികളെ ശരിക്കും ആകർഷിച്ചു. പോക്കറ്റിൽ നിന്ന് ഒരു കുറിപ്പ് എടുത്തു കാണിക്കുകയായിരുന്നു അവൻ. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: #Key on fire, ആകാശ് knows how to take wickets in T20 game. ഈ വേറിട്ട പ്രകടനം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. കളിയിലെ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിലും അവന്റെ ആത്മവിശ്വാസവും മത്സരബുദ്ധിയും ഇത് വ്യക്തമാക്കുന്നു. 2002 ഏപ്രിൽ 26-നാണ് ആകാശ് സിംഗ് ജനിച്ചത്. ഇപ്പോൾ 24 വയസ്സുണ്ട്. 2020-ൽ ICC അണ്ടർ-19 ലോകകപ്പ് ഫൈനലിലെത്തിയ ഇന്ത്യൻ ടീമിലെ ഒരു പ്രധാന കളിക്കാരനായിരുന്നു അവൻ. അന്നുമുതൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമാണ് ആകാശ്. പുതിയ പന്തിൽ സ്വിംഗ് വരുത്താനുള്ള അവന്റെ കഴിവ് എപ്പോഴും അവന്റെ ബോളിംഗിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. T20 ക്രിക്കറ്റിൽ അവനെ ഒരു ശക്തനായ ആയുധമാക്കുന്നതും ഇതുതന്നെയാണ്. IPL 2026-ലെ ഈ പ്രകടനം LSGയുടെ ഒരു പ്രധാന താരമെന്ന നിലയിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ക്രിക്കറ്റിലെ വലിയ വേദികളിൽ കളിക്കാൻ താൻ എത്രത്തോളം തയ്യാറാണെന്നും അവൻ വീണ്ടും തെളിയിച്ചു. IPLൽ ആകാശ് സിംഗിന്റെ യാത്ര ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. പല ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയും കളിച്ചു, എല്ലായിടത്തും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2021-ൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു ആകാശ് IPLൽ അരങ്ങേറ്റം കുറിച്ചത്. ആദ്യത്തെ സീസണിന് ശേഷം 2023-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനായും കളിച്ചു. 6 മത്സരങ്ങളിൽ നിന്ന് 5 വിക്കറ്റുകളാണ് അന്ന് ആകാശ് നേടിയത്. രാജ്യത്തെ ഒരു ഇടങ്കൈയിൻ പേസ് ബോളർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് 2025 സീസണിന് മുന്നോടിയായി ലക്നൌ സൂപ്പർ ജയന്റ്സ് LSG 30 ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുകയായിരുന്നു. 2025-ലും LSGക്ക് വേണ്ടി ആകാശ് തകർപ്പൻ പ്രകടനങ്ങൾ തുടർന്നു. 3 മത്സരങ്ങളിൽ നിന്ന് 4 വിക്കറ്റുകൾ വീഴ്ത്തി. പഞ്ചാബ് കിങ്സിനെതിരെ 30 റൺസിന് 2 വിക്കറ്റ് നേടിയതാണ് അതിൽ ഏറ്റവും മികച്ച പ്രകടനം. ആകാശിന്റെ ഉപയോഗവും ഭാവി സാധ്യതകളും തിരിച്ചറിഞ്ഞ LSG ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2026 സീസണിലും അതേ ശമ്പളത്തിൽ തന്നെ ഇദ്ദേഹത്തെ നിലനിർത്തുകയായിരുന്നു. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള ആകാശാണ് ഓസ്ട്രേലിയൻ ഇതിഹാസ പേസ് ബോളർ ഗ്ലെൻ മദ്രാത്തിന്റെ കീഴിൽ MRF പേസ് ഫൗണ്ടേഷനിൽ വെച്ചാണ് തന്റെ കളിക്ക് മൂർച്ച കൂട്ടിയത്. ഈ അടിസ്ഥാന പരിശീലനത്തിന്റെ ഫലം ഇദ്ദേഹത്തിന്റെ ബൌളിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ പന്തിൽ സ്വിംഗ് ചെയ്യാനും സീം മൂവ്മെന്റ് കണ്ടെത്താനും കഴിവുള്ള ആകാശ് പലപ്പോഴും 145 കിലോമീറ്റർ വരെ വേഗതയിൽ പന്തെറിയാറുണ്ട്. IPL അല്ലാതെയും ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന താരമാണ് ആകാശ്. ബറോഡയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. 2024-25 രഞ്ജി ട്രോഫി സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 24 വിക്കറ്റുകളാണ് ആകാശ് നേടിയത്. അതുപോലെ 2024-ലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ത്രിപുരക്കെതിരെ 19 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു. ഈ പ്രകടനങ്ങളെല്ലാം തന്നെ എല്ലാ ഫോർമാറ്റുകളിലും ഇദ്ദേഹം സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന ഒരു താരമാണെന്ന് തെളിയിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു മികച്ച ഭാവി വാഗ്ദാനമായ ബോളർ എന്ന നിലയിൽ ആകാശ് സിംഗിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന പ്രകടനങ്ങളായിരുന്നു ഇവയെല്ലാം. IPL 2026-ൽ CSKക്കെതിരെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ആകാശ് സിംഗ് ചെയ്ത നോട്ട് ആഘോഷം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി. ചിലരിതിനെ പുതിയതും പ്രചോദനം നൽകുന്നതുമായ ഒരു പ്രവൃത്തിയായി കണ്ടപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ പേസ് ബൗളർ ഡെയ്ൽ സ്റ്റെയിൻ ഉൾപ്പെടെയുള്ള മുൻ താരങ്ങളിൽ നിന്നും ഇതിന് വിമർശനവും നേരിടേണ്ടി വന്നു. ഇത്തരം ആഘോഷങ്ങളെല്ലാം പഴഞ്ചനാവുകയാണെന്ന് സ്റ്റെയിൻ പരസ്യമായി അഭിപ്രായപ്പെട്ടു. ഈ നോട്ടുകൾ മാറ്റിവെക്കാൻ സമയമായി. ഇതൊന്നും ഇപ്പോൾ ട്രെൻഡല്ല. സത്യം പറഞ്ഞാൽ ഒരിക്കലും ട്രെൻഡായിരുന്നില്ല താനും, സ്റ്റെയിൻ പറഞ്ഞു. സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും #Key on fire, ആകാശ് knows how to take wickets in T20 game എന്നെഴുതിയ ആ നോട്ട് തനിക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിഗത ഉപകരണമായിരുന്നെന്ന് സിംഗ് വിശദീകരിച്ചു. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ സഹായിക്കുന്ന എന്തും താൻ തുടർന്നും ഉപയോഗിക്കുമെന്നും അത് തന്റെ ശ്രദ്ധയും ദൃഢനിശ്ചയവുമുള്ള മാനസികാവസ്ഥയെ എടുത്തു കാണിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സിംഗിന്റെ കരിയർ വളർച്ച നിരന്തരം മെച്ചപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കളിക്കാരനെയാണ് കാണിക്കുന്നത്. നിലവിൽ 11 മത്സരങ്ങളിൽ നിന്ന് 12 വിക്കറ്റുകളാണ് IPLൽ സിംഗിന്റെ സമ്പാദ്യം. ഓരോ സീസൺ കഴിയുന്തോറും അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെ നടന്ന IPL 2026 മത്സരത്തിൽ കണ്ടതുപോലെ സമ്മർദ്ദഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ലക്നൌ സൂപ്പർ ജയന്റ്സിന് ഒരു പ്രധാന മുതൽക്കൂട്ടായും കൂടുതൽ വലിയ അംഗീകാരങ്ങൾ നേടാൻ സാധ്യതയുള്ള ഒരു കളിക്കാരനായും അദ്ദേഹത്തെ മാറ്റുന്നു. സിംഗ് തന്റെ കഴിവുകൾ വികസിപ്പിക്കുകയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തിന്റെ വളർച്ച ശ്രദ്ധയോടെ നിരീക്ഷിക്കും.